ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറച്ച് പേര് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ഡയറി എങ്ങനെ എഴുതേണ്ടതെന്ന്. വർക്ക് ഡയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്ക്, DLED നോട്ട്ബുക്കാണ് വർക്ക് ഡയറി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് വന്നവർക്ക് മിക്കവാറും ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ കാണും. ഞാനും +2 ഒക്കെ കഴിഞ്ഞാണ് ഇതിന് കയറിയത്. അപ്പോൾ എനിക്കും കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെ എഴുതേണ്ടത്. +2 നമ്മൾ ടീച്ചേഴ്സ് നോട്ട് ബോർഡിൽ എഴുതി തരുകയും പറഞ്ഞു തരുകയും ഒക്കെ ചെയ്ത് അങ്ങനെ എഴുതി വന്നവർക്ക് ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ടൈം കളയുന്നില്ല. എനിക്കറിയാവുന്ന പോലെ ഞങ്ങളുടെ മിസ്സുമാർ എങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വർക്ക് ഡയറി നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തരുമല്ലോ. പഠിപ്പിക്കാൻ നേരം അവർ പറയുന്ന പോയിൻറ്റ്സ് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണോ ഉള്ളത് അതെല്ലാം നോട്ടിൽ കുറിക്കുക. ഇപ്പം നമ്മുടെ മൈൻഡിൽ ക്ലിക്ക് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് അതെങ്ങനെയാണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത്. നമ്മുടെ നോട്ട്ബുക്ക് നമുക്ക് വായിക്കുമ്പോൾ ആ കാര്യം നമുക്ക് ഓർമ്മ വരണ്ടേ. എക്സാമിനാണെങ്കിലും ഒക്കെ വായിച്ച് നോക്കുമ്പോൾ ഓർമ്മ വരണമെങ്കിൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിലും കുറിച്ച് വെക്കാം. ഇംഗ്ലീഷ് മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്, ബാക്കിയെല്ലാം മീഡിയം മലയാളം ആയതുകൊണ്ട് നമുക്ക് അതിൽ ഇടയ്ക്ക് ഇംഗ്ലീഷ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സൈക്കോളജിയിലും ഫിലോസഫിയിലും മറ്റുമായിട്ട് ഇംഗ്ലീഷ് നെയിമും അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടല്ലോ, ടെക്സ്റ്റ് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് എഴുതുന്നതുകൊണ്ട് വർക്ക് ഡയറിയിൽ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പോയിൻറ്റ്സ് ഒക്കെ കുറിച്ച് വെക്കുക. നിങ്ങൾക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം നിങ്ങൾ കുറിച്ച് വെക്കുക. പോയിൻറ്റ്സ് ആയിട്ടോ പാരഗ്രാഫായിട്ടോ എങ്ങനെ വേണമെങ്കിലും കുറിക്കുക. അതാണ് നമ്മുടെ വർക്ക് ഡയറി എന്ന് പറയുന്നത്. അതിനെ പിന്നെന്താ, നമ്മളൊന്ന് കളർഫുൾ ആക്കുക, ബോർഡറൊക്കെ വരച്ച് പോയിൻറ്റ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കളർഫുൾ ആക്കി വെക്കുക. നോട്ട് കുറച്ചുകൂടെ ആകർഷകമാകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കേൾക്കുന്നത് അതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി കേട്ടുകൊണ്ട് തന്നെ എഴുതുക. 101, 102 നമ്മുടെ ടെക്സ്റ്റുകളുണ്ടല്ലോ, സൈക്കോളജി, ഫിലോസഫി, ആ ടെക്സ്റ്റുകളൊന്നും നമ്മൾ പകർത്തി വെക്കാതിരിക്കും. ടെക്സ്റ്റ് പകർത്തി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് തന്നെ നമ്മുടെ നോട്ടിലോട്ട് പകർത്തി വെക്കുന്നത് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് പല കാര്യങ്ങളും ടെക്സ്റ്റിലും അപ്പുറം പുറത്തുനിന്നും പല കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ടിലോട്ട് കുറിക്കാൻ നോക്കുക. എന്ത് കാര്യം പറഞ്ഞാലും, ഇപ്പം സപ്പോസ് ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും അതൊന്ന് ജസ്റ്റ് കുറിച്ച് വെക്കുക. അതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ. പിന്നെ നമ്മൾ നോട്ട് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതാണ്, എല്ലാവരും ചെയ്യുമോയെന്ന് എനിക്ക് അറിയത്തില്ല. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ എല്ലാ ക്ലാസ് കഴിയുമ്പോഴും 6 ക്ലാസ് കഴിഞ്ഞാലും നമ്മൾ ആ നോട്ടിൽ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോട്ടിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് നോട്ട് എഴുതും. റിഫ്ലക്ഷൻ നോട്ടാണത്. ആ ടീച്ചറിൻ്റെ ക്ലാസ് കണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ലഭിച്ചു, എന്തൊക്കെ മനസ്സിലായി എന്നുള്ള ഒരു വിലയിരുത്തലാണ് ആ റിഫ്ലക്ഷൻ നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം മാത്സിൻ്റെ ക്ലാസ് ആണെങ്കിൽ മാത്സിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ പോയിൻറ്റ്സ് എല്ലാം വർക്ക് ഡയറിയിൽ എഴുതി എടുക്കുമല്ലോ, മിസ്സുമാർ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം. ആ പോയിൻറ്റ്സ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സും കഴിഞ്ഞ് ആ ക്ലാസ്സിൽ നിന്ന് എന്താണ് നമുക്ക് ഗുണങ്ങൾ ലഭിച്ചത് എന്നുള്ള ഒരു റിഫ്ലക്ഷൻ നോട്ട്. നല്ല ക്ലാസ് ആയിരുന്നു മീൻസ് ഇപ്പോൾ ഞാൻ റിഫ്ലക്ഷൻ നോട്ട് എഴുതുവാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ക്ലാസ്, എനിക്ക് ഇന്ന ഗുണങ്ങൾ കിട്ടി, ഇത് മനസ്സിലായി, നല്ലൊരു ക്ലാസ് ആയിട്ട് തോന്നി, അങ്ങനെ പറഞ്ഞ് നമ്മൾ റിഫ്ലക്ഷൻ നോട്ട് എഴുതാം. അങ്ങനെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എഴുതാറുണ്ട്. ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ഞങ്ങൾ എഴുതാറുണ്ട്. അങ്ങനെ വർക്ക് ഡയറിയിൽ റിഫ്ലക്ഷൻ നോട്ട് കാണണമെന്നാണ്. വർക്ക് ഡയറിയെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾക്ക് ഇനി 101, 102 ടെക്സ്റ്റിനെ കുറിച്ച്, എക്സാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.